A very good morning, my dear students, and we can go to the next session of our classes. And കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എന്തൊക്കെയാണ് അവരുടെ റൈറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് അവരുടെ പൊസിഷൻ ഓർഗനൈസേഷനിൽ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. യൂഷ്വലി പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിരിക്കും. അറ്റ് ദി സെയിം ടൈം ദീസ് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ടു ദി മാനേജേഴ്സ്. മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാവർത്തികമാക്കുന്ന, ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ മാനേജേഴ്സിനും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റേതായിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും റൂൾസും റെഗുലേഷൻസും കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ, കോർപ്പറേറ്റ് ഗവേണൻസിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതും അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ എന്തുതന്നെയാണ്, ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ആൻഡ് ഒരു പരിധി വരെ അത് ഹെൽപ്ഫുള്ളാണ് ആർക്ക്, മാനേജേഴ്സിന്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാവർത്തികമാക്കുന്ന മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിവിടെ പ്രധാനപ്പെട്ട 10 കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് വീണ്ടും പറയാണ്, 2013 ആക്റ്റിലാണ് കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും ഒക്കെയുള്ള ആ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം നടന്നതും ഒരുപാട് കമ്മിറ്റീസ് ഫോം ചെയ്യപ്പെട്ടതും അതിലൂടെ കോർപ്പറേറ്റ് ഗവേണൻസ് വേണം, ഉണ്ടെങ്കിലേ അത് കമ്പനികളുടെ നടത്തിപ്പിന് നല്ലതാവുള്ളൂ. മാത്രമല്ല ആ സമയങ്ങളിൽ ഒരുപാട് സ്കാൻഡൽസ് പുറപ്പെട്ടിരുന്നു. ഏകദേശം 2000-ൻ്റെ തുടക്കത്തോടു കൂടി തന്നെ ഒരുപാട് സ്കാൻഡൽസ് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും ഉള്ള കമ്പനികളുടെ പേരിൽ ഇഷ്ടംപോലെ സ്കാൻഡൽസ് ഇറങ്ങിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പഠിച്ച മിക്ക കമ്പനികളും, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ കമ്മിറ്റീസും എന്തിനെ സപ്പോർട്ട് ചെയ്തവരാണ്, കോർപ്പറേറ്റ് ഗവേണൻസ് വേണം എന്ന് വാദിച്ചവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2013 ആക്റ്റിൽ, കമ്പനീസ് ആക്റ്റിൽ എന്തിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കോർപ്പറേറ്റ് ഗവേണൻസിനെയും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെയും എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും കമ്പനികളുടെ നല്ല നടത്തിപ്പിന്, നല്ല രീതിയിലുള്ള സുതാര്യമായിട്ടുള്ള നടത്തിപ്പിന് കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ അത്യാവശ്യ ഘടകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാനായിട്ട് സാധിക്കുക. ഞാൻ പറഞ്ഞു 10 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി ആണ്. എന്താണ് അക്കൗണ്ടബിലിറ്റി പ്രിൻസിപ്പിൾ? അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കാര്യകാരണ സഹിതം നമ്മൾ ബോധിപ്പിക്കുക, ദാറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി അല്ലേ. ഇപ്പോൾ സാധാരണ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നു, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആ അക്കൗണ്ടുകൾ നമ്മുടെ മെമ്പേഴ്സിനെ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിച്ചു കൊടുക്കുന്നു അല്ലേ. അതൊരു അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അല്ലേ. ഇന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തി, ഇന്ന പോലെയാണ് നടത്തിയത്, ഇത്രയും രൂപയാണ് നമുക്ക് ചിലവായത്, ഇത്രയും രൂപയാണ് നമുക്ക് കിട്ടിയത്. ഇത് എന്താണ്, ഇതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സംഭവം. ദാറ്റ് ഈസ് വി ആർ ഗിവിങ് ദ റീസൺ ആസ് വെൽ ആസ് വി ആർ ഗിവിങ് ദ എക്സ്പ്ലനേഷൻ. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയോട് ആര് അക്കൗണ്ടബിൾ ആണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടബിൾ ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലേ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയോട് എന്താണ്, ദേ ആർ അക്കൗണ്ടബിൾ ടു ദ കമ്പനി. കമ്പനിയുടെ അസറ്റ്സും കമ്പനിയുടെ ലയബിലിറ്റീസും ആണ് ആര് കൈകാര്യം ചെയ്യുന്നത്,
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. സോ ദേ ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദ കമ്പനി ആസ് വെൽ ആസ് ദേ ആർ അക്കൗണ്ടബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓൾസോ. അല്ലേ, ഷെയർ ഹോൾഡേഴ്സിനോടും അക്കൗണ്ടബിൾ ആണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം they are holding shares of the company only for two important purposes, and they should get a regular income from the holding of such shares. At the same time, they should get the shares redeemed at the apt time or at the correct time as it has been agreed by the company. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് ലക്ഷ്യം. അതിനെതിരായിട്ട് പോകുന്ന ആ റെഗുലർ ഇൻകം കിട്ടുന്നതിൽ നിന്നും എതിരായിട്ട് പോകുന്ന എന്ത് പ്രവൃത്തിയും അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്ത പ്രവൃത്തിയാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കമ്പനിക്കുള്ളിൽ നടക്കുന്നത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണെന്നും കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ, അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എന്നും കമ്പനിയെയും അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിനെയും മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, ഷെയർ ഹോൾഡേഴ്സിനെ മാത്രമല്ല അല്ലേ, മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പ്രത്യേകിച്ചും എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഇങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത് എന്താണ്? ഷോയിങ് ദ അക്കൗണ്ടബിലിറ്റി എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിൾ ആയിരിക്കണം നമ്മൾ ആരോട്? പ്രത്യേകിച്ചും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കാരണം അവരുടെയൊക്കെ പൈസയൊക്കെ എടുത്തിട്ടാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ സേവനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. സോ in that sense the organization should be accountable, and the company's mission, values, short and long term strategic goals, and the role they must play in helping the companies to accomplish them. The stakeholders should know that what are the values and what is the mission ഓഫ് ദ കമ്പനി. കമ്പനിയുടെ വാല്യൂസ് എന്തൊക്കെയാണ് അവരുടെ മിഷൻ, എങ്ങനെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അവർ നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം? ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിനെക്കുറിച്ചിട്ടുള്ളൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സോ that's about principle of accountability. And the next principle is principle of fairness. And what do you mean by ഫെയർനെസ്? എന്താണ് ഫെയർനെസ് എന്നുള്ള വാക്ക്? ഫെയർ ആയിരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നല്ല ഭംഗിയുള്ളതായിരിക്കുക എന്നുള്ള ഒരു അർത്ഥം അതിനുണ്ട്. പക്ഷേ ഇവിടെ ഫെയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീതിയുക്തമായിട്ട് പെരുമാറാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു കമ്പനിക്ക് നീതിപൂർവം പെരുമാറാനായിട്ട് സാധിക്കുക? നീതിപൂർവം പെരുമാറാനായിട്ട് സാധിക്കുന്നത് ഒരാളോടും ബയാസോ അതോടൊപ്പം തന്നെ പാർഷ്യാലിറ്റിയോ കാണിക്കാതിരിക്കുമ്പോഴാണ് അത് നീതിപൂർവമുള്ള പെരുമാറ്റമാവുന്നത്, അല്ലേ? എല്ലാവരോടും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ തന്നെ പലതരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, അല്ലേ? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, മേജർ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അതായത് കുറേ അധികം ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതേസമയം വളരെ കുറച്ച് ഷെയർസ് മാത്രം കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കും. ഈ ഏത് തരം ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആ ഷെയറിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് ഏത് ഷെയറാണോ അവർ കൈവശം വെച്ചിരിക്കുന്നത് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തീർച്ചയായിട്ടും കുറേയധികം റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ്സിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവരുടെയും റൈറ്റ്സ് നേടിക്കൊടുക്കാനായിട്ട് ഈക്വലായിട്ട് ആര് ശ്രമിക്കേണ്ടതാണ്? കമ്പനീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ശ്രമിക്കേണ്ടതാണ്. ആ ഒരു ഫെയർനെസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കാണിച്ചിരിക്കണം. അല്ല, അത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയാലും കൊള്ളാം, വേറെ ഏത് തരം ഷെയർ ഹോൾഡേഴ്സ് ആയാലും കൊള്ളാം, നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ നീതിപൂർവമുള്ള ആ ഒരു പെരുമാറ്റം, ബിഹേവിയർ ആരുടെ ഭാഗത്തുനിന്ന് വേണം? കമ്പനിയുടെ ഭാഗത്തുനിന്ന് മാത്രം. ഇനി ഷെയർ ഹോൾഡേഴ്സിനോട് മാത്രമാണോ ഈ ഫെയർനെസ് കാണിക്കേണ്ടത്? ആണോ? അല്ല, എംപ്ലോയീസിനോടും കാണിക്കണം, ബാക്കിയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഈ ഫെയർനെസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കാണിച്ചിരിക്കണം. ഫെയർ ട്രീറ്റ്മെൻറ്റ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഒരേ പൊസിഷനിൽ ജോലി എടുക്കുന്നവർക്ക് എങ്ങനെ വേണം? ഒരേ സാലറി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഒരാൾക്ക് മാത്രം കുറച്ച്, ഒരാൾക്ക് മാത്രം കൂടുതൽ, ഒരാളോട് മാത്രം ഇങ്ങനെ, ഒരാളോട് മാത്രം വേറെ രീതിയിൽ, അങ്ങനെ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഫെയർനെസ് എന്ന് പറയുന്ന
principle. There may have some informal relationship inside the organization. At the same time, informal relationships നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റത്തിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും എല്ലാവരെയും ഒരേ കണ്ണോട് കൂടിയിട്ട് ഈക്വലായിട്ടുള്ള, നമ്മൾ ഹെൻറി ഫയോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, ഇക്വിറ്റി ഓർ ഇക്വാളിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഈക്വൽ കൺസിഡറേഷൻ ആയിരിക്കണം. ഒരാളെ രണ്ട് പേരെ രണ്ട് തട്ടിൽ നിർത്തിക്കൊണ്ടുള്ളൊരു പെരുമാറ്റം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാനായിട്ട് പാടില്ല. സോ ദാറ്റ്സ് അബൌട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ്. ആൻഡ് ഇൻ അഡീഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്, there should also be fairness in the treatment of all stakeholders, including employees, communities, and public officials. Okay, so that's the second principle, and we can go to the third principle, and the third principle is principle of equity. Principle of equity, ഫെയർനെസ്സിൻ്റെ തന്നെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇക്വിറ്റി? ഈക്വൽ കൺസിഡറേഷൻ ടു ഓൾ. ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരെയും കൺസിഡർ ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഒരേപോലെ കൺസിഡർ ചെയ്യണം എന്നുള്ളതിന് പുറമെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, സാധിച്ചിരിക്കണം. ഒരാൾക്ക് മാത്രം, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ കൺസിഡറേഷൻ കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, എംപ്ലോയീസിനെ അങ്ങനെ തന്നെ ഒഴിവാക്കി, അങ്ങനെയായിരിക്കാൻ പാടില്ല. അങ്ങനെ ആവുമ്പോഴാണ് അത് അൺഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാൻ സാധിക്കുക. ഇക്വിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യും, കാണും. കോർപ്പറേറ്റ് ഗവേണൻസ് എയിം ചെയ്യുന്നത് അതാണ്, ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു അപ്രോച്ച്. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാതെ എല്ലാ ഭാഗത്തും ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുമ്പോഴാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. എല്ലാവർക്കും ഈക്വൽ കൺസിഡറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൊടുക്കാനായിട്ട് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, an equity share in a public company can be bought, sold or transferred. An equity shareholder is also entitled to participate in the profits of the company also, with the liability limited to the amount of investment. In addition, ownership of equity share provides the right to information about the corporation and the right to influence the corporation, and primarily by participation general shareholder meetings and by voting. അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. എല്ലാവരുടെ റൈറ്റ്സും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കണം. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ചെയ്യുന്ന ഒരുപാട് റൈറ്റുകളുണ്ട്. പ്രത്യേകിച്ചും വോട്ട് ചെയ്യാനും, മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനും, സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനും എന്താ പറയുക, ഇഷ്യൂ ചെയ്യപ്പെടാനും ഒക്കെ യോഗ്യമായിട്ടുള്ള ആ ഒരു ഫുൾ ഫ്രീഡം അനുഭവിക്കുന്ന ടൈപ്പ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ബോണസ് ഷെയർസിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ പ്രോഫിറ്റ്, കമ്പനിയുടെ പ്രോഫിറ്റ് അധികമായിട്ടുള്ള ലാഭത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ചില പ്രത്യേകതരം അധികാരങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഈ അധികാരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അത് ആ റൈറ്റ്സുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആരും കൂടി മുന്നിട്ടിറങ്ങണം, കമ്പനിയുടെ മാനേജ്മെൻറ്റും കൂടി മുന്നിട്ടിറങ്ങണം. അതിലൊരുത്തനെയും ഒരാളെയും ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാവരെയും ഈക്വലായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി? എന്താണ് ട്രാൻസ്പെറൻസി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്പെറൻസി ഇറ്റ് ഗിവ്സ് us the idea of effective communication system, the need of the effective communication system in the company. കമ്പനിയുടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം എന്നുള്ള ആ ഒരു പോയിന്റിലേക്കാണ് ഈ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതായത് എല്ലാവരും, എല്ലാ പാർട്ടീസും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും they should get adequate information timely and relevant informations
timely without any delay so that they can act accordingly. അല്ലേ? ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ അറിയേണ്ട ഇൻഫർമേഷൻസ് അയാൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവശ്യമുണ്ട്. വളരെ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് സാധിക്കുന്നത്. വെറുതെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബേസിസിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഇപ്പോൾ അവർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം, എടുക്കുകയും ചെയ്യാം. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ട്രാൻസ്പെറൻസിക്ക് ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ അവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സെക്കൻഡ് പാരഗ്രാഫ് പേജ് നമ്പർ 39 സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്രാൻസ്പെറൻസി എന്ന്. ട്രാൻസ്പെറൻസി റെഫേഴ്സ് ടു ദ ഓപ്പൺനെസ് ആൻഡ് വില്ലിംഗ്നെസ് ടു ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഫിഗേഴ്സ് വിച്ച് ആർ ട്രൂത്ത്ഫുൾ ആൻഡ് ആക്യുറേറ്റ്. ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് വളരെ ഓപ്പണായി വളരെ എന്താ പറയുക വില്ലിങ്നെസ്സോട് കൂടിയിട്ട് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു റൂളിനെ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പെറൻസി. ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ മാറ്റേഴ്സ് കൺസേണിംഗ് ദ ഓർഗനൈസേഷൻ is performance and activities should be timely and accurate to ensure that all investors have access to clear factual information which accurately reflects the financial, social and environmental position of the organization. Every stakeholder of the company shall have the access to the information, to the relevant information and accurate information. കമ്പനിയുടെ പെർഫോമൻസിനോട് റിലേറ്റഡ് ആയിട്ട് എസ്പെഷ്യലി ഫിനാൻഷ്യൽ പെർഫോമൻസിനോട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് അവിടെയുണ്ട്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെ അവിടെയുണ്ട്, റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെ അവിടെയുണ്ട്, അതിലേക്ക് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്ത് വേണം? ആക്സസ് വേണം. ആക്സസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് വായിച്ചു നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ അത് കണ്ടിട്ടോ, അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നാണെങ്കിൽ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയിട്ടോ ഒക്കെ എന്തിലൂടെയാണെങ്കിലും, മാധ്യമം എന്താണെന്നുള്ളത് ഇവിടെ വിഷയമുള്ള കാര്യമല്ല, ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും കമ്പനികളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആർക്ക് സാധിച്ചിരിക്കണം? കമ്പനിക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ട്രാൻസ്പെറൻസി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫിഡ്യൂഷ്യറി പ്രിൻസിപ്പിളാണ്. ഫിഡ്യൂഷ്യറി ആൻഡ് വാട്ട് യു മീൻ ബൈ ഫിഡ്യൂഷ്യറി? ഫിഡ്യൂഷ്യറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫിഡ്യൂഷ്യറി മീൻസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, കോൺഫിഡൻസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നത് ഒരു തരം ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. കമ്പനിയുടെ നമുക്കറിയാം, കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എൻ രജിസ്റ്റേർഡ് അസോസിയേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈവൺ ഇഫ് ഇറ്റ് ഹാസ് no physical existence, it has legal existence, and at the same time it is capable of holding its own assets and its own liabilities, and it's also capable of giving a suit against third parties, and third parties are also capable to giving a suit against the company also. അപ്പോൾ കേസ് കൊടുക്കാനും തിരിച്ച് കേസ് കൊടുക്കപ്പെടാനും ഒക്കെയുള്ള യോഗ്യത ആർക്കുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പനിക്ക് ഉണ്ട്. കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. കാര്യം ഫിസിക്കലി അതിന് എക്സിസ്റ്റൻസ് ഇല്ലെങ്കിലും കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. ആ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് കമ്പനിയുടെ ഇല്ലാത്തത് അത് പൂർത്തീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കുറവ് നികത്തി കൊടുക്കുന്നത് ആരാണ്? മാനേജേഴ്സാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്.
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തതിൻ്റെ പോരായ്മ എന്ത് ചെയ്യണത്, നികത്തി കൊടുക്കുന്നത്. നമുക്കറിയാം കമ്പനിയുടെ അസറ്റുകളും കമ്പനിയുടെ ലയബിലിറ്റീസും കമ്പനിയുടെ പൈസയും അല്ലേ, കമ്പനിക്ക് വേണ്ടി എൻ്റർ ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളും എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ട്രസ്റ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ for overseeing the management of the business affairs of the company, appointing the chief executive and monitoring the performance of the company, and in doing so it is required to act in the best interest of the company. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുമ്പോഴും ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു മൈൻഡിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടായിരിക്കണം. അതായത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, കമ്പനിയുടെ മാത്രം നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി മാത്രമേ ആര് പ്രവർത്തിക്കാൻ പാടുള്ളൂ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ഫിഡ്യൂഷ്യറി റിലേഷൻ. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. 6th പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. Now, what do you mean by principle of independence? Independent principle says that the board of directors should be that much confident and they should enjoy that much freedom to take their own decisions and to execute their decisions in the organization. അതായത് മറ്റുള്ളവരുടെ ആ ഒരു സ്വാധീനത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നല്ല തീരുമാനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് അവർ ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തികഞ്ഞൊരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഇൻഡിപെൻഡൻസ് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ, മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട്, മറ്റുള്ളവരുടെ ഐഡിയാസ് മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പാവകളായിരിക്കരുത് ഒരിക്കലും ആര്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർക്ക് തികഞ്ഞ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർ സ്വമേധയാ അല്ലെങ്കിൽ സ്വയം അവരെന്തായിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, കേപ്പബിൾ ആയിരിക്കണം, നോളജ്ഡ് ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രമേ നല്ല രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. വൺസ് നമ്മൾ പുറമേയുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലാകാലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുനടക്കണം. അതുകൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ടാണ് 2013 ആക്റ്റിൽ 1/3 ഭാഗമെങ്കിലും, മൊത്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വേണം എന്നുള്ള ഒരു നിബന്ധനയിലേക്ക് ആര് വന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് വന്നത്. എല്ലാ പബ്ലിക് കമ്പനീസിലും 1/3 മൊത്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മൊത്തം മെമ്പേഴ്സിൻ്റെ 1/3 എങ്കിലും ആര് വേണമെന്ന്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വേണമെന്ന്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ, അതായത് ഇൻഡിപെൻഡൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ ഇത് കേൾക്കുന്ന ആയിരിക്കരുത് ബോർഡിൽ ഉണ്ടാവേണ്ടത്. അതേസമയം നിർബന്ധമായി മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ള റൂളാണ് എന്ത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 ഭാഗമെങ്കിലും ആരായിരിക്കണം എന്നുള്ളത്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്? തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് വെക്കുന്നത് ആ ബോർഡിന് മൊത്തത്തിൽ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അല്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ, അതായത് കമ്പനിയുടെ ബ്രാഞ്ച് സിസ്റ്റർ കൺസേൺ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ടോ യാതൊരു ബന്ധമില്ലാത്ത, അതിന് മുൻപോ ഒരു 10 കൊല്ലത്തിന് മുൻപോ അല്ലെങ്കിൽ ശേഷമോ അവിടെ ബോർഡിൽ മെമ്പറായിരുന്ന ഒരാൾക്കും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയായിട്ടോ സബ്സിഡിയറി കമ്പനിയായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആർക്കും തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ള പദവിയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. കാരണം ചിലപ്പോൾ അവിടെ സ്വാധീനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ആ വ്യക്തി കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിൽ ഫുള്ളായിട്ടുള്ള നോളജുള്ള വ്യക്തിയായിരിക്കണം. ടെക്നിക്കലായാലും ബാക്കിയുള്ള ആസ്പെക്റ്റുകളിലായാലും ഫുൾ നോളജുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നിലവിൽ വന്നത് ഈ 2013 ആക്റ്റിലാണ്. അതെന്തിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് സഹായിക്കുമെന്ന് മാത്രമല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ശേഷി അവർക്കുണ്ടാവണം എന്ന് കൂടിയിട്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. Principle of confidentiality, and this is against the principle of transparency. And principle of transparency says us about the need to communicate all the relevant and accurate informations to the stakeholders, internal as well as external stakeholders. But this principle of confidentiality says that the top secrets of the board of directors or the things that should be kept as a secret, should not be leaked or it should not be given to the outsiders. ഒരിക്കലും നമ്മളത് ലീക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല അല്ലേ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതിനുള്ളൊരു വിവേചനം അല്ലെങ്കിൽ ഒരു വിവേകം അവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്, അല്ലാതെ ഒരിക്കലും നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കാനായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസിയിൽ പറയുന്നില്ല. കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ആൾക്കാരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി അല്ലേ? ഓപ്പൺ ആയിട്ട് പറയുക, കുറച്ചും കൂടി എന്താ പറയുക, ലിബറലായിട്ട് കാര്യങ്ങൾ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാൻ പാടില്ല. എന്ത്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറമേ ഉള്ളവരെ അറിയിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. അങ്ങനെ നിർബന്ധമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരിക്കലും അവിടെ സംഭവിക്കാൻ പാടില്ല. ചിലപ്പോഴെങ്കിലും മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലിരിക്കേണ്ട ഇൻഫർമേഷൻസ് കയ്യിൽ തന്നെ ഇരിക്കണം. അതൊരിക്കലും ലീക്ക് ചെയ്ത് പുറമേ ഉള്ളവരിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പോകാനായിട്ട് പാടില്ല. ചില മഴയാണ് നേരത്തെ ഞാൻ ടോപ്പ് സീക്രട്സ് എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് മേ ബി റിലേറ്റിംഗ് ടു ദ റോ മെറ്റീരിയലിനോട് റിലേറ്റഡ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ടെക്നോളജിയോട് റിലേറ്റഡ് ആയിരിക്കാം. നമുക്ക് പരസ്യമാക്കാനായിട്ട് പാടില്ലാത്ത വേറെ ഏതെങ്കിലും അസറ്റിനെ കുറിച്ചോ ലയബിലിറ്റീനെ കുറിച്ചിട്ടോ ഉള്ള ഡീറ്റെയിൽസ് ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും അത് പുറമേയുള്ളവർ അറിയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, കാര്യങ്ങളെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും മാത്രമല്ല ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. ആൻഡ് വാട്ട് യു മീൻ ബൈ ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്നുള്ള വാക്കിന് നമ്മൾ ഈ ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് വീണ്ടും ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിച്ച സമയത്ത് അവിടെ ഡിസിപ്ലിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? എവറിത്തിങ് ഷുഡ് ബി ഇൻ ഓർഡർ ആൻഡ് the organization, within the organization there should be a system of strict rules and regulations, and all must obey these rules and regulations, and do's and don'ts should be there. Okay, and all the person should be instructed and they should be well informed about these do's and don'ts or about these rules and regulations. That's about discipline. Here discipline should be there especially for the management of the company or especially for the board of directors of the company, and they should obey
the rules and regulations, especially regarding the implementation of corporate governance. കോർപ്പറേറ്റ് ഗവേണൻസിൽ പറഞ്ഞിരിക്കുന്ന റൂൾസും റെഗുലേഷൻസും കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ആര് തയ്യാറായിരിക്കണം? മാനേജേഴ്സ് തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മാനേജേഴ്സിന് അറിയണം ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസിന് ഇന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവും അതിനുള്ള വിവരവും ആർക്ക് വേണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണം. അപ്പോഴാണ് അത് നമുക്ക് ഒബൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഒബൈ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസിപ്ലിൻ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാവുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കില്ല, വാദിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ അല്ലെങ്കിൽ ആ ഒരു പാത്തിലൂടെ മാത്രമേ കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് responsibility. Principle of responsibility. And all of the people inside and outside the organization, connected with the organization, they should have adequate responsibility towards the organization, and they should see that everything are going well, and it will not hurt the interest of the shareholders as well as other stakeholders, and all are responsible. All stakeholders are responsible, and a responsible board of directors will be able to lead the organization towards its own objectives. Okay, so responsibility should be shown by every stakeholders, every shareholders, and every employees, and all the people connected to the organization, especially by the board of directors or the management of the organization. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കണം ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് സാധിക്കണം ഓർഗനൈസേഷനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, ഏറ്റവും നല്ല രീതിയിൽ നയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് the responsibility to be shown by the corporate bodies towards the society at a whole and its members. അതിന് മെമ്പേഴ്സിനോട് കാണിക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി? ദറ്റ് ഈസ് ഇൻവോൾവിങ് ഇൻ the public issues, involving in the community issues. They can show their increased responsibility towards the society. പല ആൾക്കാരുണ്ട്, അവരോട് കാണിക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി. അതർവൈസ് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ society may neglect these the various types of organizations in which there is no kind of corporate social responsibilities, and at last they will be compelled to wind up the organization or wind up the company. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക്, വൈൻഡിങ് അപ്പ് സ്റ്റേജിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉദ്ദേശം. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കും. അതുമാത്രമല്ല, വൈൻഡിങ് അപ്പിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പബ്ലിക് ഇമേജ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിൻ്റെ ഇമേജ്, അതിൻ്റെ ഗുഡ് വില്ല്, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു അവരുടെ ലോയൽറ്റി അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിങ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. സോ these are the 10 important responsibilities of corporate governance. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ഫസ്റ്റ് വൺ കണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി ആണ് കണ്ടത്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ് ആണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി, ഫിഡ്യൂഷ്യറി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ്, പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, principle of discipline, principle of responsibility, and principle of social
റെസ്പോൺസിബിലിറ്റി. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കണ്ടൻറ് ഓഫ് ഓൾ ദീസ് പ്രിൻസിപ്പിൾ. എന്താണ് അതിൽ മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഷുഡ് ബി സ്റ്റഡീഡ് വെരി വെൽ, ബിക്കോസ് ഞാൻ പറഞ്ഞു ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ആൻഡ് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.